ഹാഷിം അരിയിലേക്ക്. ശ്രീ ഹാഷിം, ഇവിടെ കേവലം വാഗ്ദാനങ്ങളല്ല ഇന്ത്യയെ നൽകുന്നത്, ഒരു ഉറപ്പാണ് നൽകുന്നത്. ആ ഒരു ഉറപ്പ് ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ BJPയുടെ അടക്കം പ്രതീക്ഷ. കാരണം ഇത് ചില ക്ഷേമ പദ്ധതികളിൽ മാത്രം ഊന്നി നിൽക്കുന്നില്ല, പെൻഷൻ വാഗ്ദാനങ്ങളടക്കം മാത്രം ഊന്നി നിൽക്കുന്നില്ല. കേരളത്തിലെ ആദ്യത്തെ എയിംസ്, തിരുവനന്തപുരത്തും കോഴിക്കോടും പുതിയ മെട്രോ റെയിൽ പദ്ധതികൾ, ഇങ്ങനെ വികസനം സാധ്യമാക്കുന്ന ഓരോ കാര്യങ്ങളും ക്രമമായി നിശ്ചയിച്ച് തിട്ടപ്പെടുത്തി തന്നെയാണ് ഈ പ്രകടന പത്രിക പറയുന്നത്. അത് തന്നെയാണ് ശ്രീ ജയസൂര്യൻ അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം വാഗ്ദാനങ്ങളല്ല, വികസനത്തിൻ്റെ ഉറപ്പ് തന്നെയാണ് നൽകുന്നതെന്ന്. എങ്ങനെ ഈ ഒരു പ്രകടന പത്രികയെ താങ്കൾ വീക്ഷിക്കുന്നു? പത്രിക ഉറപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റാണ്. കാരണം NDA പത്രിക പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, വാഗ്ദാനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ യാഥാർത്ഥ്യം അതാണ്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഇന്ന് ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും NDA നേതൃത്വം. ഈ സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇന്നും നീതി ആയോഗ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സമിതിയാണ്. ആ നീതി ആയോഗ് വിവിധ ഇനങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക്, ആരോഗ്യരംഗത്താണെങ്കിലും അതുപോലെ തന്നെ വ്യക്തിശുചിത്വ കാര്യത്തിലാണെങ്കിലും ഇതിലൊക്കെ ഒന്നാം സ്ഥാനത്ത് കേരളമാണ്. ആ കേരളത്തെ ബദലായിട്ട് ഉയർന്നു വരാൻ മറ്റ് സംസ്ഥാനം സാധ്യമായിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമല്ലേ, കേരള സർക്കാരല്ലേ? ഇവിടുത്തെ ജനങ്ങൾ എത്രത്തോളം ദുസ്സഹമായ അവസ്ഥയിലാണ് കഴിയുന്നത്? പ്രത്യേകിച്ച് കേരളത്തിന്റെ ആരോഗ്യ രംഗമടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ തന്നെ തുറന്നു പറഞ്ഞതും അദ്ദേഹം ആ കാര്യങ്ങൾ വിശദമാക്കിയതുമൊക്കെ താങ്കൾ കണ്ടതല്ലേ? ഇങ്ങനെ പലയിടങ്ങളിലും, പല മെഡിക്കൽ കോളേജുകളിലും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പോലും പല മെഡിക്കൽ കോളേജുകളിലും മരുന്നുകൾ പോലും കിട്ടാക്കനിയാണ്. മരുന്നുകൾ പോലും പുറത്തുനിന്ന് വാങ്ങേണ്ട ഗതികേടിലേക്കാണ് സാധാരണക്കാരായ രോഗികൾ എത്തിയിരിക്കുന്നത്. അവിടെ എന്തിനാണ് ഈ മേനി പറച്ചിൽ? പിന്നെന്തിനാണ് ഇവിടുത്തെ ഒരു ദുരവസ്ഥ നിലനിൽക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത്? അവിടുത്തെ കാര്യങ്ങളും നമുക്ക് ഘട്ടം ഘട്ടമായി പരിശോധിക്കാം. അതെ, നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ചൊല്ലുണ്ട്, പിന്നെ മുട്ട കൊടുക്കാത്ത പാത്തുമ്മ കോഴി കൊടുക്കൂല. അതായത് മറ്റ് 20ലധികം സംസ്ഥാനങ്ങളിലേക്ക് ഒരേ സമയം ഭരണം നടത്തുകയും കേന്ദ്ര ഭരണം ഒന്നിച്ചുണ്ടാകുകയും ചെയ്തിട്ട് പോലും അവിടെ ഇതൊന്നും പാലിക്കാൻ കഴിയാത്ത ഒരു മുന്നണി കേരളത്തിൽ വന്നിട്ട് പെട്ടെന്ന് 10 വർഷം കൊണ്ട് ഇതിന്റെ മാറ്റം ഉണ്ടാക്കുന്നവർ പറയുന്നത് വിശ്വസിക്കാൻ മാത്രം യോഗ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഹാഷിം, ഒരു ചോദ്യം ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ പല സംസ്ഥാനങ്ങളിലും BJP തുടർഭരണത്തിൽ വരുന്നു. ഈ സംസ്ഥാനങ്ങളിൽ താങ്കൾ പറഞ്ഞതുപോലുള്ള ഭരണമാണെങ്കിൽ, അവിടെ കേവലം എല്ലാം വാഗ്ദാനങ്ങൾ മാത്രമാണെങ്കിൽ പൊതുജനം കരുതിയല്ലോ. ആ ജനങ്ങൾ തന്നെയാണ് വീണ്ടും BJP സർക്കാരുകളെ, NDA സർക്കാരുകളെ വലിയ ഭൂരിപക്ഷത്തിൽ പിന്നെയും അധികാരത്തിലേറ്റുന്നത്. അതിന്റെ സാങ്കേതികത്വം ചർച്ച ചെയ്തിട്ട് ഇതിന്റെ മെറിറ്റ് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭരണത്തിലേക്ക് എങ്ങനെയൊക്കെ വന്നു, എവിടെയൊക്കെ എങ്ങനെയൊക്കെ വരുന്നു എന്നതിന്റെ ഒക്കെ എല്ലാ വാർത്തകളും നമ്മൾ പലതും കാണുന്നതാണ്. അല്ല, ആ വാർത്തകളെ ഇപ്പോൾ രാഹുൽ അടക്കം ഉന്നയിച്ച വാദഗതികളൊക്കെയും തെറ്റാണ്. കോൺഗ്രസുകാർ നേതാക്കൾ ഉന്നയിച്ച വാദഗതികൾ തെറ്റാണെന്ന് താങ്കൾക്ക് ബോധ്യമുള്ളതാണല്ലോ. ആ വാർത്തകളും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഇല്ല, എനിക്ക് ബോധ്യമില്ല. കാരണം നമ്മൾ പറയുന്നത് ാണ് ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിൽ ഒരുപാട് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടായിരിക്കും ജയിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ജനങ്ങൾ കൊടുക്കുന്ന മാൻഡേറ്റ്, ഉത്തരേന്ത്യയിലുള്ള ജനങ്ങൾ കൊടുക്കുന്ന മാൻഡേറ്റ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പലപ്പോഴും അവർ പറയുന്നുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല സുഹൃത്തുക്കളും അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ രീതി, ജനങ്ങൾ വോട്ട് ചെയ്യുന്ന രീതി, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആട്ടിത്തെളിക്കപ്പെടുന്ന വലിയൊരു സമൂഹം അവിടെയൊക്കെ ഉണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കാൻ പറ്റൂല. ജമ്മിമാരുടെ, ജമീന്ദാർമാരുടെ ഒക്കെ ഭീഷണിക്ക് വഴങ്ങിയിട്ട് വോട്ട് നിർവഹിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് അവിടെയൊക്കെ. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ആളുകളുടെ അട്രാക്ഷന്റെ പേരിൽ, അത് സിനിമാ താരങ്ങൾ, അതുപോലെ തന്നെ സെലിബ്രിറ്റികൾ, അവരുടെ ഒക്കെ പേരിൽ, പിന്നെ ജാതീയത, അതുപോലെ തന്നെ മറ്റ് ഇതൊക്കെ കൂട്ടിക്കുഴച്ച് ജനങ്ങളുടെ മുന്നിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന
ഒരു പ്രതിഫലനത്തിന്റെ അഡ്വക്കേറ്റ് ഹാഷിം, താങ്കൾ പറഞ്ഞതൊക്കെയും എന്ന വസ്തു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അവിടുത്തെ സാഹചര്യമാണ് ജന്മി കുടിയാൻ ബന്ധങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ബസ്തറടക്കമുള്ള സ്ഥലത്തെ മാവോയിസ്റ്റ് മേഖലകളിലെ കാര്യമടക്കം ഇന്നലെ അമിത്ഷാ വ്യക്തമാക്കിയത് താങ്കൾ കേട്ട് കാണും. അതായത് ഇന്ന് മാറി വന്ന ഒരു ഉത്തരേന്ത്യയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തിന് ന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന സ്ഥലങ്ങളിൽ പോലും അവിടെ പോലും BJPയും NDAയും ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയാണ്. അവിടുത്തെ വർഗീയ ശക്തികളുടെ ഇടപെടൽ പോലും സാധാരണ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ്, അല്ലാതെ മതമല്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നത്. ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കുന്നത് നമ്മൾ എങ്ങനെ പറയാം? ഗോവയിലെ 2 സീറ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് സീറ്റ് വിലക്കെടുത്തിട്ട് ഭരണം പിടിച്ചെടുത്ത് നമുക്കറിയാം. ബീഹാറിലെ ഇപ്പോഴുണ്ടായ കോൺഗ്രസ് MLA-മാരെ മുഴുവനും വിലക്കെടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും കേരളത്തിൽ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് കുറച്ച് സീറ്റ് കിട്ടിയാൽ ബാക്കി ഞങ്ങൾ ഒപ്പിച്ചെടുക്കാമെന്നാ പറയുന്നത്. ജനങ്ങൾ കൊടുക്കുന്ന മാൻഡേറ്റോ അല്ലെങ്കിൽ ജനങ്ങൾ കൊടുക്കുന്ന ഭൂരിപക്ഷ അടിസ്ഥാനത്തിലല്ല. തൊട്ടടുത്ത് പോണ്ടിച്ചേരിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, മുഴുവൻ MLA-മാരെയും വിലക്കെടുത്ത് കോൺഗ്രസ് MLA-മാരെ വിലക്കെടുത്തിട്ടാണ് അവിടെയൊക്കെ വന്നത്. എല്ലായിടത്തും ഭരണത്തിൽ വന്നത് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വില കൊടുത്താൽ കിട്ടുന്നതാണോ കോൺഗ്രസ് MLA-മാർ? യഥേഷ്ടം വില കൊടുത്താൽ കിട്ടുന്നതാണോ കോൺഗ്രസ് MLA-മാർ? ഈ ചർച്ചയെ ഞാൻ പറയുന്നത്, ഞാൻ വലിയ പ്രതീക്ഷയോടാണ് ഈ ചർച്ചയിൽ വന്നത്. അതായത് ഇത് നമുക്ക് പറഞ്ഞു കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു എഴുതി വെക്കപ്പെട്ട ഈ രേഖകൾ നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്തിൽ ഈ പറയപ്പെട്ടതിൽ പുതിയത് എന്താണുള്ളത്. ഒന്ന്, സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങൾ പറയുന്നത്. ഈ ഹരിത കേരളം പദ്ധതി പ്രൊജക്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണിത്. ഒരു കാലത്ത് അങ്ങ് തലപ്പാടി തൊട്ട് നമ്മൾ കഴക്കൂട്ടം വരെ പോകുമ്പോൾ റോഡ് സൈഡിൽ അതിരാവിലെ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളുടെ കൂമ്പാരം നമുക്ക് കാണാൻ കഴിയും. ഇന്ന് കേരളത്തിൽ ആ ഒരു സ്ഥിതി ഇല്ല. ഓരോ മാസവും കൃത്യമായി ഹരിതകർമ്മസേന, ഒരു സേന തന്നെ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം. അവിടെ ഒരു പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കപ്പെടുന്നില്ല ഈ കേരളത്തിൽ. അതുപോലെ തന്നെ മാലിന്യങ്ങൾ വെറുതെ വലിച്ചെറിയപ്പെടുന്ന ഒരു അവബോധം ഈ മണ്ണിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, കേരളത്തിന്റെ മണ്ണിൽ. ആ അവബോധത്തിന്റെ ബലത്തിൽ ഒരു വലിയ സേന തന്നെ ഇവിടെ അത് നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. അതിനപ്പുറം കാണുന്നത് എന്ന അറിയാനുള്ള ആഗ്രഹമാണ് നമുക്കുള്ളത്. അത്തരം ഒരു ചർച്ച നടക്കുന്നതിനിടയിൽ മറ്റു വിഷയങ്ങൾ ഇതിലേക്ക് പരമാവധി കൊണ്ടുവരാതിരുന്നാൽ അത് കേൾക്കുന്ന കേരളീയ സമൂഹത്തിന് ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് ആരോഗ്യരംഗത്ത് നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ ആരോഗ്യ സംവിധാനമുള്ള മറ്റൊരു സംസ്ഥാനം, ഇതിനോട് കിടപിടിക്കാനുള്ള സംസ്ഥാനം ഏതാ ഉള്ളത്? 1-2 പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ ഇവിടെ തന്നെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ നടക്കുന്ന എത്രയോ ഇൻസിഡൻസ്, ആ ഇൻസിഡൻസുകൾ അടുത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും നമ്മൾ വാർത്തയാക്കുകയോ അതിന്റെ പേരിലുള്ള വിഷയങ്ങൾ എടുത്ത് ഈ വിഷയത്തെ ലഘൂകരിക്കാനോ അല്ല ശ്രമിക്കുന്നത്. പോരായ്മകൾ ഉള്ളത് കൂടെ പരിഹരിക്കുക എന്നതാണ് നമ്മുടെ ആഗ്രഹം. അതിനനുസരിച്ചുകൊണ്ട് പോരായ്മകൾ ഇല്ലായ്മ വേണ്ടിയുള്ള മുന്നോട്ടുള്ള കുതിപ്പിലേക്കാണ് ആരോഗ്യരംഗം പോകുന്നത്. വിദ്യാഭ്യാസ രംഗം നിങ്ങൾ എടുത്തു നോക്ക്. വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിനോടൊപ്പം കിടപിടിക്കുന്ന മറ്റൊരു സംസ്ഥാനം ഉണ്ട്. ഇതുപോലെ കലാലയങ്ങൾ, സ്കൂളുകൾ ഉള്ളത്, അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളത്, സ്മാർട്ട് ക്ലാസ്സുകൾ ഉള്ളത്. ഹാഷിം, തിരികെ എത്താം. താങ്കൾ ചോദിച്ചതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും കേരളത്തോട് കിടപിടിക്കുന്ന ഏത് സംസ്ഥാനമാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ പല സംസ്ഥാനങ്ങളുണ്ട്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് തന്നെയാണ് കണക്കുകൾ ഉദ്ധരിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത്.